ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അനീഷ്, ജോക്കറിന് ഇത് തമാശയല്ല, ജോക്കറിന്റെ ജീവിതമാണ്. ഷാനവാസ്, ജീവിതമാണെന്ന് പറഞ്ഞ് താൻ എത്ര കാലം സമൂഹത്തെ പറ്റിക്കുമെടോ ബാബു. അനീഷ്, ബാബുവിന്റെ ഒറ്റ നിലപാടേ ഉള്ളൂ, അത് ബാബു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഉടനെ ഷാനവാസ്, ഈ സർക്കസിലെ ഏത് തേർഡ് റേറ്റ് ട്രെയിനറാടോ നിനക്ക് തെറ്റിദ്ധരിപ്പിക്കാനും കള്ളം പറയാനും ട്രെയിനിങ് തന്നത്? അതാരാണെങ്കിലും ഈ മുള്ളംകൊല്ലി വേലായുധൻ അത് അവസാനിപ്പിച്ചിരിക്കും. അനീഷ്, 15 വയസ്സ് മുതൽ ഈ സർക്കസിൽ വളർന്നവനാണ് ബാബു. ഈ ബാബുവിനെ തൊടാൻ വേലായുധനായിട്ടില്ല. ലൈവിൽ ഇപ്പോ അനീഷും ഷാനവാസും തമ്മിൽ നടന്നൊരു മാസ് ഡയലോഗ് മത്സരമാണ് ഇത്. മാസ് ഡയലോഗ് പറയാൻ ഷാനവാസിന്റെ അത്രയും സ്കിൽ അനീഷിന് ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം ഡയലോഗ് അടിയിലല്ല, അനീഷ് പ്രവൃത്തിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എങ്കിലും ക്യാരക്ടറിൽ പിടിച്ച് നിന്നുകൊണ്ട് തന്നെ കട്ടയ്ക്ക് ഷാനവാസിനൊപ്പം തന്നെ അനീഷ് പിടിച്ചു നിന്നു. കുറച്ചു നേരം മുമ്പ് അക്ബറിന്റെ മിന്നൽ സോങ്ങിന്റെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, അത് മിന്നൽ മുരളി ആ ഒരു പെർഫോമൻസ്. അത് കഴിഞ്ഞ് ഇച്ചിരി സമയം അനുമോളുടെ പ്ലാച്ചിയെ അക്ബർ എറിഞ്ഞു കളിച്ചു. അക്ബർ സൂപ്പർ ഹീറോ ആയിട്ടുള്ള മിന്നൽ മുരളിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസും അക്ബർ കാഴ്ചവെക്കുന്നില്ല. നെവിൻ ഇന്നലത്തെയിലും മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ്. നൂറ് അതെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. ഏതാണ് അനുമോളുടെ പ്ലാച്ചി. അനുമോൾ അത് എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഡബിൾ മീനിങ് തമാശകൾ കൊണ്ടങ്ങ് ക്രിഞ്ചടിപ്പിക്കുകയായിരുന്നു ഈ നൂറയും നെവിനും ആര്യനും ബിന്നിയും ഒക്കെ കൂടി. ഇതൊക്കെ ലൈവിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ സമ്മതിക്കണം. ലൈവ് നല്ല ഡ്രൈ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻഡ്യൂറൻസ് ടാസ്ക് കൊടുത്തിട്ട് പോലും ഒരു എൻഡ്യൂറൻസ് കാണാനായിട്ട് സാധിക്കുന്നില്ല. കഷ്ടപ്പാടില്ലാത്ത പരിപാടിയാണ്. അപ്പോ ഇതൊക്കെയാണ് ലൈവിനകത്ത്. കൂടുതൽ ഒന്നും തന്നെ നടക്കുന്നില്ല. ചുമ്മാ ഇങ്ങനെ വളരെ അലസമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.